വെൽക്കം ബാക്ക് ടു സാനം ലേണിംഗ്. ഇറ്റ്സ് മീ ദിഷ്ണ. അപ്പൊ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് മാത്രമുള്ള വീഡിയോ ആണ് മക്കളെ. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന വീഡിയോ ആയിരിക്കും. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ചാപ്റ്ററിൽ എല്ലാ കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു, പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സമയം ടാസ്ക് എന്താണ്? ഫോർമുലാസ് നമുക്ക് ഓർത്തിരിക്കാൻ അറിയില്ല, നമുക്ക് അറിയില്ല ഫോർമുലാസ് അല്ലേ. ആ ടാസ്ക് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലാസ് മാത്രം നോക്കുന്നു. നിങ്ങൾക്കറിയാം സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ +1 6 മാർക്ക് ചോദിക്കാറുണ്ട്. 6 മാർക്കാണ് വെയിറ്റേജ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ചുമ്മാ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടാനും കൊൽക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ചാപ്റ്റർ ആണ്. കാൽക്കുലേറ്റർ അലൗഡ് ആണ് എക്സാം ഹോളിൽ, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ചാപ്റ്റർ. അപ്പൊ എല്ലാവരും നോക്കുക, ഫോർമുലാസ് മാത്രം എന്ത് ചെയ്യാം, മിസ് പറഞ്ഞു പോവാം. നമുക്ക് പല ഫോർമുലാസ് എവിടെ പഠിച്ച കാര്യമാണ്, 10th പഠിച്ച കാര്യമായിരുന്നു. പക്ഷെ ആർക്കും എന്തില്ല, ഓർമ്മയില്ല. ഒരു പ്രോബ്ലമേ ഇല്ല. നമ്മൾ എന്ത് 10th ഫോർമുലാസും ആവശ്യമുള്ള എല്ലാ ഫോർമുലാസും ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട എല്ലാ ഫോർമുലാസും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നോക്കുക, എന്താണ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? നിങ്ങൾക്കറിയോ ഇൻഡിവിജ്വൽ പറയുമ്പോൾ എന്താ? ഇൻഡിവിജ്വൽ പറയുമ്പോൾ ഒറ്റയ്ക്കാണ് അല്ലെ, ഡാറ്റ മാത്രമുള്ള കേസിൽ. 1 2 3 4 ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര ഡാറ്റ മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ, ഫ്രീക്വൻസിയേ ഇല്ല, ഡാറ്റ മാത്രം. അപ്പൊ എന്താ വിളിക്കുക? ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിളിക്കും. അങ്ങനെയാണെങ്കിൽ മീൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാ? മീൻ എന്ന് പറയുന്നത് നമ്മുടെ അയിലമീൻ ചാളമീൻ എന്നല്ല മക്കളെ. മീൻ എന്താണ്? ആവറേജ് ആണ് അല്ലെ. നമ്മളെല്ലാം കൂടെ കൂട്ടുകയാണ്. ആവറേജ് പറയുമ്പോൾ എന്താ ചെയ്യാ? എല്ലാം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യും. അവർ എത്ര പേരുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 2 3 4 ഡാറ്റ ആണെങ്കിൽ 1 + 2 + 3 + 4 ചെയ്യും. ഡിവൈഡ് ബൈ എത്ര പേരുണ്ട്? അവർ 4 പേര്. ഡിവൈഡ് ബൈ 4 ചെയ്യും. അതാണ് മീൻ ഇക്വേഷൻ അല്ലെങ്കിൽ ആവറേജിന്റെ ഇക്വേഷൻ. നമ്മൾ മീൻ കാണിക്കുന്ന ലെറ്റർ എന്താണ്? X⁻ എന്ന് കാണിക്കാറുണ്ട്. മീൻ പറയുമ്പോൾ എന്താണ്? X⁻ ആണ്. അത്രയും ഓക്കെ അല്ലേ. നമ്മൾ നെക്സ്റ്റ് പോകുന്നു, മീഡിയയിലേക്ക് പോകുന്നു. മീഡിയം പോകുമ്പോൾ ശരിക്കും എന്താ? മിഡിലുള്ള വാല്യൂ നല്ല മീൻ ചെയ്യാ, ഒരു പ്രശ്നമില്ല. മീഡിയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരണം? അസെൻഡിങ് ഓർഡർ ഓർമ്മ വരണം കേട്ടോ. ഡാറ്റ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ത് ചെയ്യുന്നു? ഡാറ്റ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എന്താ അസെൻഡിങ് ഓർഡർ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഡാറ്റ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അസെൻഡിങ് ഓർഡർ. അതൊക്കെയാണ് നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡർക്ക് മാറ്റി. സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവർ എത്ര പേരുണ്ട് നമ്മൾ എന്തിന് കൗണ്ട് ചെയ്യുന്നു. നമുക്ക് എന്താവശ്യമുണ്ട്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിട്ടുള്ള ഈ n ആവശ്യമുണ്ട്. സ്മോൾ ലെറ്റർ n എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? അത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആട്ടോ. നമ്മൾ കൗണ്ട് ചെയ്തു. അത് n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ പറയുമ്പോൾ എന്താ? 2 ഒരു ഈവൻ നമ്പർ ആണ്, 4 6 അല്ലെ. അങ്ങനെ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? n/2 ഒബ്സർവേഷന്റെയും n/2 + 1 ഒബ്സർവേഷന്റെയും ആവറേജ് ആണ് എന്ത് വരിക? നമ്മൾ മീഡിയം വരിക. മീഡിയം ഡിനോട്ട് ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ M എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. n/2 ഒബ്സർവേഷൻ എടുക്കുക, n/2 + 1 ഒബ്സർവേഷൻ എടുക്കുക, /2 ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ഡാറ്റയിൽ നിന്ന് n/2 ഒബ്സർവേഷനും n/2 + 1 ഒബ്സർവേഷനും കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതേപോലെ n എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ആണെങ്കിലോ, ഒരു 5ഓ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും വന്നിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോർമുല യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താ വരിക? n + 1/2 ഒബ്സർവേഷൻ ഏതാണോ വരിക അതായിരിക്കും മീഡിയം വരിക. n + 1/2 ഒബ്സർവേഷൻ ആണ് മീഡിയം വരിക. ഇത് മാത്രമേ എന്തുള്ളൂ? മീഡിയത്തെ കേസിൽ പഠിക്കാനുള്ളൂ. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡാറ്റ മാത്രമല്ല, കൂടെ ആര് കയറി വരും? ഫ്രീക്വൻസി കയറി വരും. അതായത് xi പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും. xi പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ടാവുക? xi പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ 1 2 3 പറഞ്ഞിട്ട് xi ഉണ്ടായിരിക്കും. fi പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളുണ്ടായിരിക്കും, ഫ്രീക്വൻസി നമ്പർ പറഞ്ഞിട്ട് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അത് ഫോർ എക്സാമ്പിൾ 2 2 1 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ നോക്കുന്നു, നേരെ പോകുന്നു ഈ ഒരു ഇക്വേഷനിലേക്ക്. ഫ്രീക്വൻസി കയറി വരുന്ന ഇക്വേഷൻ മക്കളെ ഏതാണ്? ഡിസ്ക്രീറ്റ് സീരീസിന്റെ ഇക്വേഷൻ പറയുമ്പോൾ എന്താണ്? x⁻ മീൻ ആണ്. x⁻ സമ്മേഷൻ xi/fi / സമ്മേഷൻ fi ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ n എന്ന് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ സ്മോൾ ലെറ്റർ n ആയിരുന്നു, പക്ഷെ ഇവിടെ എന്ത് വന്നു? ക്യാപിറ്റൽ n ആയി. ക്യാപിറ്റൽ n എന്ന് പറയുമ്പോൾ അത് മറ്റാരുമല്ല, ഇറ്റ് ഇസ് സെയിം ആസ് ടോട്ടൽ ഫ്രീക്വൻസി. മൊത്തം ഫ്രീക്വൻസിയുള്ള എല്ലാവരും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മാത്രം മതി. ഫോർ ഇവിടെ 1 ആണെങ്കിൽ എന്ത് ചെയ്യാ? 2 + 2 + 1 ആയിരിക്കും എന്ത് വരാ? ക്യാപിറ്റൽ n വരാ. മൊത്തം ഫ്രീക്വൻസി ആഡ് ചെയ്യാം. നേരത്തെ ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ ഇവിടെ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ക്യാപിറ്റൽ n എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി ആണ്. പിന്നെ എന്താ മാറ്റമുള്ളത്? ഇവിടെ ഫ്രീക്വൻസി കയറി വന്നു, fi കയറി വന്നു. അപ്പൊ xi/fi അത് കണ്ടുപിടിക്കുക. എല്ലാത്തിന്റെയും xi/fi കണ്ടുപിടിക്കുക. അത് മൊത്തത്തിൽ സമ്മ് ചെയ്യുക. ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ സമ്മേഷൻ fi ചെയ്യുക. ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇത് മാത്രമേ ഇക്വേഷൻ ഉള്ളൂ. 10th ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഫോർമുല ആയിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് എന്തുണ്ട്? ഫ്രീക്വൻസി വരുന്ന കേസിൽ മീഡിയനിലും വ്യത്യാസമുണ്ട്. അതായത് ആലോചിക്കുക, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മീഡിയൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. ഓക്കെ, അറിയാം എല്ലാവർക്കും. അസെൻഡിങ്ങിലേക്കും മാറ്റണം. ഡിസെൻഡിങ്ങിൽ മാറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും എളുപ്പം എന്താണ്? നമുക്ക് അസെൻഡിങ്ങിൽ മാറ്റാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നമുക്ക് എന്ത് വേണം? മീഡിയനിലെ ഫ്രീക്വൻസി കയറി വരുവാണെങ്കിൽ നമ്മൾ ഒരാളെ കൂടി കൺസിഡർ ചെയ്യണം. അതാണ് മക്കളെ എന്ത്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി.
മീഡിയന്റെ കേസിൽ മാത്രമേ ആര് പൊങ്ങി വരുള്ളൂ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കയറി വരുള്ളൂ. ബാക്കി മീനിന്റെ കേസിൽ ആര് വരില്ല, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കയറി വരില്ല. മീഡിയനില് ഫ്രീക്വൻസി ഉള്ള മീഡിയ നമുക്ക് വേണ്ടതെങ്കിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് എന്തായാലും വേണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കാണിക്കാറുണ്ട് CF എന്ന് കാണിക്കാറുണ്ട്. ഇതാണ് സെയിം ആണ്. അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഫൈൻഡ് ചെയ്യുന്നു. ഇവിടെ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും അല്ലെ, അതായിരിക്കും N ആയിരിക്കും, ക്യാപിറ്റൽ N ആയിരിക്കും. ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് n+1/2 ടേം ഏതാണോ CF ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും എന്ത് വരിക മീഡിയം വരിക. എന്നോട് മിസ് പറയാം. അപ്പൊ N എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ n+1/2 ടേം ഇല്ലേ, പക്ഷെ എവിടെ നോക്കാതെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിലുള്ള n+1/2 ടേം ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും നമുക്ക് എന്ത് വരിക, മീഡിയം വരിക. അതേസമയം n ഈവൻ ആണെങ്കിൽ n/2ന്റെയും n/2+1 എന്ത് ചെയ്യുക, ആവറേജ് എടുക്കുക. അങ്ങനെയല്ല, n/2 ഒബ്സർവേഷൻ CF ഏതാ നോക്കുക, അതേപോലെ n/2+1 ഒബ്സർവേഷൻ CF ഏതാ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷന്റെ ആവറേജ് എടുക്കണം. CFന്റെ ആവറേജ് അല്ല, CFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആവറേജ് എടുക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഫോർമുലാസ് മാത്രമാണ് മിസ് പ്രോബ്ലം ചെയ്യുന്നില്ല. പ്രോബ്ലം ചെയ്യാൻ മിസ് ലെങ്തി ആയി പോകും, ചാപ്റ്റർ പോലെ തന്നെ ആയി പോകും. മിസ് ഫോർമുല മാത്രം എന്ത് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞു പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി, മിസ് ഇന്നലെ എടുത്ത ചാപ്റ്ററിന്റെ മൊത്തം കണ്ടു നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി സോ ക്ലിയർ. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും മക്കളെ കണ്ടിന്യൂസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നുമില്ല, ഡാറ്റ ഫ്രീക്വൻസി മാത്രമല്ല ഈ XI എന്ന് പറയുന്ന ആള് ഡയറക്ട്ലി തരുന്നതിന് പകരം എന്ത് തരും, നമുക്ക് ക്ലാസ് തരും അല്ലെങ്കിൽ ഇന്റർവെൽ തരും. ആ ക്ലാസ് ഫ്രീക്വൻസി തരുവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അത് കണ്ടിന്യൂസ് ഡാറ്റയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാറ്റ എന്ന് വിളിക്കാം. ഗ്രൂപ്പ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഫോമിൽ വരുന്ന ആൾക്കാരാണ് മക്കൾ എന്തിൽ വരിക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ വരിക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരിക. അങ്ങനെയാണെങ്കിലും മെയിൻ ഇക്വേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. അതെന്താണ്, സമ്മേഷൻ XI/FI ഡിവൈഡ് ബൈ സമ്മേഷൻ FI അല്ലെങ്കിൽ സമ്മേഷൻ XI/FI ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N ആണ്. രണ്ട് സെയിം തന്നെയാണ്, മാറിപ്പോയത്. അപ്പൊ മെയിൻ ഇക്വേഷൻ പണ്ട് പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അത് ഫ്രീക്വൻസി വരുന്ന രണ്ട് കേസിലും സെയിം തന്നെയാണ്. പക്ഷേ മീഡിയൻ ഇക്വേഷൻ പറഞ്ഞത് ആലോചിക്കുക, ഡാറ്റ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, മീഡിയൻ ഇക്വേഷനിൽ മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ 10th പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. മിസ് പറയാനുള്ള കാരണം എന്താണ്, മക്കള് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ദാറ്റ് ഇസ് മീഡിയൻ ഇസ് ഈക്വൽ ടു എല്ലാവരും പഠിച്ചു വെക്കുക. ഇറ്റ് ഇസ് L+n/2 - CF ഡിവൈഡ് ബൈ F × H ആണ്. L എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റിക്വസ്റ്റിൽ കൊടുക്കണമെങ്കിൽ എല്ലാവരും ഫൈൻഡ് ചെയ്യേണ്ടേ, ആലോചിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നത് N ഫൈൻഡ് ചെയ്യാം. എന്താണ് മക്കളെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, N ഫൈൻഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ എന്താ, ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, n/2 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഈ n/2 എടുത്തിട്ട് എന്ത് ചെയ്യാ, നേരെ നമ്മൾ നോക്കേണ്ടത് CFന്റെ ടേബിളിലേക്ക് നോക്കുക. ആ CFന്റെ ടേബിൾ, CF അറിയാലോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, പിന്നെ ആരുണ്ടായിരിക്കും, CFന്റെ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ CF എന്ന് പറയുമ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്കൊക്കെ അറിയാം. ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ടേബിളാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ. ഫ്രീക്വൻസി ക്യൂമുലേറ്റ് ആവുന്ന ടേബിളാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണല്ലോ. അപ്പൊ n/2 എടുത്ത് മക്കൾ എന്ത് ചെയ്യുന്നു, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലേക്ക് പോകുന്നു. അവിടെ എവിടെയെങ്കിലും നമ്മുടെ n/2 കാണാൻ പറ്റുന്നത് നോക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചൂസ് ചെയ്യുന്നു, ഡാറ്റയല്ല ക്ലാസ് ആണ്. കണ്ടിന്യൂസ് അല്ല ഉണ്ടാവുക, അപ്പൊ ഡാറ്റ ഉണ്ടാവില്ല, ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്ലാസ് ചൂസ് ചെയ്യുന്നു. അതാണ് മക്കളെ എന്ത്, മീഡിയം ക്ലാസ് പറയുന്നത്. ആ ചൂസ് ചെയ്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് എന്ത് വരിക, L വരിക. L സ്റ്റാൻഡ്സ് ഫോർ ലോവർ ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ 10 മുതൽ 20 വരെയുള്ളതാണ് മീഡിയം ക്ലാസ് എങ്കിൽ ലോവർ ലിമിറ്റ് ആരാ വരിക, ഫസ്റ്റ് താള് 10 ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. n/2 നമുക്കറിയാം, L നമുക്കറിയാം. പിന്നെ F എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത മീഡിയം ക്ലാസ്സിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കില്ലേ, അതാണ് F വരിക. H ആണെങ്കിലോ ക്ലാസിന്റെ വിഡ്ത്ത് ആണ്. ഇപ്പൊ 10 മുതൽ 20 വരെ നടന്ന സമയത്ത് നമുക്ക് എന്താ ക്ലാസ് വിഡ്ത്ത് വരിക, 20 - 10 = 10 ആ വിഡ്ത്ത് വരിക. 10 മുതൽ 20 വരെ എത്ര സ്പേസ് വരും, 10 അല്ലേ വരിക. അപ്പൊ H എത്രയാണ്, 10 ആ വരിക. CF ആണെങ്കിലോ നമ്മൾ ചൂസ് ചെയ്ത ക്ലാസ്സിലെ മക്കളെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, അതിന് തൊട്ട് മേലൊരു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ പറയാൻ ശ്രദ്ധിക്കണം, നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ഇക്വേഷൻ എന്താണ്, CF എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തല്ല, CF അല്ല എടുക്കേണ്ടത്. ആ CFനെ തൊട്ട് മേലെയുള്ള എന്താ എടുക്കേണ്ടത്, CF ആണ് ഇക്വേഷൻ കൊടുക്കേണ്ടത്. അത്രയും പഠിച്ചാൽ മതി. ഇതൊക്കെ മിസ് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഫോർമുലാസ് മാത്രം എന്ത് ചെയ്യുക, ഓർത്ത് പോകാട്ടോ എല്ലാവരും. ജസ്റ്റ് ഫോർമുലാസ് മാത്രമാണ് ജസ്റ്റ് പറയുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രം. സോ നെക്സ്റ്റ് എന്താണ്,
മെയിൻ ഡീവിയേഷൻ ഇക്വേഷൻ ആണ്. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. ഒന്നുമില്ല, ഡീവിയേഷൻ പറയുമ്പോൾ എന്താണ്, എന്തോ ഒരു സാധനത്തിൽ നിന്ന് എന്തോ സാധനം കുറക്കുകയാണ്. സോ മെയിൻ ഡീവിയേഷൻ അബൌട്ട് ഫിക്സഡ് നമ്പർ എ ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കുക ഇക്വേഷൻ സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എ ഡിവൈഡ് ബൈ എൻ ആണ്. എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്താണ്, അൺഗ്രൂപ്പ് ഡാറ്റയാണ്. ഫ്രീക്വൻസി ഇല്ലാത്ത കേസിന്റെ കാര്യം മാത്രമേ പറയുന്നത്, ഡാറ്റ മാത്രമുള്ള കേസിന്റെ കാര്യം പറയുന്നത്. ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് നമ്പർ ആണ്. ചിലപ്പോൾ എന്തായിരിക്കും അത് എക്സ് ബാർ ആയിട്ടുള്ള മീൻ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും അത് മീഡിയൻ ആയിരിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇക്വേഷൻ മാറും. ഇവിടെ എന്താണ്, മെയിൻ ഡിവിഷൻ അബൌട്ട് ഫിക്സഡ് നമ്പർ എ ആണ് പറയുന്നത്, സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എ ഡിവൈഡ് ബൈ എൻ പറയുന്നത്. മോഡുലസ് ആരും മറക്കരുത് മെയിൻ ഡിവിഷന്റെ കേസിൽ. ഇതേ പ്രോബ്ലം ഒക്കെ എന്ത് ചെയ്യും, മെയിൻ ഡിവിഷൻ അബൌട്ട് മീനും ഉണ്ട്, മെയിൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ ഉണ്ട്. ഇക്വേഷൻ മാറുന്ന എങ്ങനെയാണ്, എ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് എന്ത് കൊടുക്കുക, മെയിൻ ഡിവിഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ മെയിൻ ഡിവിഷൻ അബൌട്ട് എക്സ് ബാർ എന്ന് എഴുതും, എക്ക് പകരം എന്ത് വരും, എക്ക് പകരം എക്സ് ബാർ എന്ന് വരും. അത് മാത്രമേ മാറ്റുള്ളൂ. മെയിൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിലോ നമ്മുടെ എക്ക് പകരം എന്ത് വരും, മീഡിയം വരും, ദാറ്റ് ഈസ് എം എന്ന് വരും. അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ. ആ എക്ക് പകരം എം കൊടുത്താൽ മെയിൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ ആയി, എക്ക് പകരം എക്സ് ബാർ കൊടുത്താലോ മെയിൻ ഡിവിഷൻ അബൌട്ട് മീൻ ആയി. ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോ ഫ്രീക്വൻസി വരുന്ന കേസിലാണെങ്കിൽ മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കൂടെ എന്ത് ചെയ്യാ, ഒരു ഫ്രീക്വൻസി കൊടുത്താൽ മതി. താഴെ ആണെങ്കിലോ ടോട്ടൽ ഫ്രീക്വൻസിക്ക് എന്താ കൊടുക്കുക, എൻ എന്ന് കൊടുക്കും. നേരത്തെ സ്മോൾ ലെറ്റർ എൻ ആണെങ്കിൽ ഇവിടെ എന്ത് വന്നു, ക്യാപിറ്റൽ ലെറ്റർ എന്ന് വന്നു. അതായത് എന്താ ഇക്വേഷൻ മാറാ, സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാറിന് പകരം എന്ത് വരും, ഇവിടെ ഒരു എഫ് ഐ കൂടെ വരും. അതായത് സമ്മേഷൻ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ വരും. നേരത്തെ ആണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ, സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ ആയിരുന്നു. അതിൽ എന്ത് വന്നു, മേലെ ഫ്രീക്വൻസി വന്നു, താഴെ ക്യാപിറ്റൽ എൻ വന്നു. അത് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇതേ ഇക്വേഷൻ ആണ്. എക്സ് ബാറിന് പകരം എം വന്ന എന്തായി, മെയിൻ ഡിവിഷൻ അപ്പോൾ മീഡിയൻ ആയി കഴിഞ്ഞു. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കുറെ വർഷം മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് മക്കളെ. എന്താണ്, നമ്മൾ നേരത്തെ കണ്ട മോഡുലസ് അല്ലേ. ഇവിടെ എന്ത് വേണ്ട, മോഡുലസ് നമ്മൾ എന്തിനാ എടുക്കുന്നത്, പൊതുവെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇവിടെ എന്തില്ല, മോഡുലസ് എടുക്കുന്നില്ല. ദാറ്റ് ഈസ് മീൻ ഓഫ് സ്ക്വയർസ് ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ ഇസ് കോൾഡ് വാരിയൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡീവിയേഷൻ സ്ക്വയർ എടുക്കുകയാണ്. ഡീവിയേഷൻ പറയുമ്പോൾ എന്താണ്, ഇയാളാണ് മക്കളെ ഡീവിയേഷൻ. നമ്മൾ ഈ വാരിയൻസിലും സ്റ്റാൻഡ് ഡീവിയേഷനിലും ആരെ കൺസിഡർ ചെയ്യുന്നില്ല, മീഡിയനെ നോക്കുന്നേ ഇല്ല. മീൻ മാത്രം മതി നമുക്ക്. മീഡിയം വേണ്ട ലാസ്റ്റ് ടോപ്പിക്കിൽ എന്ത് മതി, നമുക്ക് മീൻ മാത്രം മതി, എക്സ് ബാർ മാത്രം മതി. നമ്മൾ ആദ്യം ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുന്നു, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഫൈൻഡ് ചെയ്യുന്നു. നേരത്തെ പോലെ മോഡുലസ് എടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം കൂടെ സ്ക്വയർ ചെയ്യുന്നു അല്ലെ. സമ്മേഷൻ ആണ്, സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ എന്ത് വരും, നമ്പർ ഓഫ് ഒബ്സർവേഷൻ വരും. അതാണ് എന്ത് വരിക, വാരിയൻസ് ഇക്വേഷൻ. വാരിയൻസ് പറയുമ്പോൾ എന്താണ്, സിഗ്മ സ്ക്വയർ ആണ്. ഇതാണ് ഇക്വേഷൻ വരിക. പക്ഷേ സ്റ്റാൻഡേർഡ് ഡിവിഷൻ പറയുമ്പോൾ യാതൊരു പേടിയും വേണ്ട. വാരിയൻസ് മക്കൾക്ക് എന്താണോ കിട്ടിയത് അതിന് റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടിക്കോളും, സ്റ്റാൻഡേർഡ് ഡിവിഷൻ കിട്ടിക്കോളും. സിഗ്മ സ്ക്വയർ വാരിയൻസ് ആണെങ്കിൽ സിഗ്മയാണ് എന്ത് വരിക, സ്റ്റാൻഡേർഡ് ഡിവിഷൻ. നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ചുമ്മാ എന്ത് കൊടുക്കുക, റൂട്ട് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ വാരിയൻസ് പറയുമ്പോൾ 25 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താ വരിക, റൂട്ട് ഓഫ് 25 5 വരിക. ജസ്റ്റ് റൂട്ട് കൊടുത്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ കാര്യം. സോ അവസാനത്തെ കേസ് പറയുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി വരുന്ന കേസിൽ അല്ലെങ്കിൽ ഡാറ്റ കണ്ടിന്യൂസ് ആവുന്ന കേസിൽ മക്കൾ എങ്ങനെയാണ് വാരിയൻസും സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ കാണുന്ന 3 ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ് മെയിൻ ഇക്വേഷൻ. മക്കൾ പഠിച്ചു കഴിഞ്ഞു. സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ മക്കൾ പഠിച്ചു കഴിഞ്ഞില്ലേ. അത് പഠിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം പഠിച്ചാൽ മതി. വാരിയൻസ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഒന്നുകൂടെ എഴുതി കാണിക്കാം. വാരിയൻസ് ഈക്വൽ ടു, അതായത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക, സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ. ഈ സമ്മേഷൻ എഫ് ഐ എന്ന് പറയുന്ന ആളും ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ആളും സെയിം ആണ്. മൈനസ് എന്ത് വരും, മൈനസ് സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ പറയുന്ന ആൾ ശരിക്കും എന്താണ്, ഈ പറയുന്ന ആൾ ശരിക്കും എക്സ് ബാർ ആട്ടോ. എന്താണ്, മീൻ തന്നെയാണ്. നമുക്കറിയാലോ, നമ്മൾ കണ്ട ഇക്വേഷൻ അല്ലേ, എന്തൊരു ഇക്വേഷൻ ശരിക്കും എക്സ് ബാറിന്റെ ഇക്വേഷൻ അല്ലേ. മക്കൾക്ക് എന്താ ചെയ്യാം, ഒന്നുകിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നും പഠിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് പഠിക്കുക. ഈ കിട്ടിയ ഇക്വേഷൻ അല്ലേ, ഈ കിട്ടിയ ഇക്വേഷന്റെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടിക്കോളും, ജസ്റ്റ് സ്ക്വയർ റൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിവിഷൻ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ചാപ്റ്റർ പഠിക്കാനുള്ള ഇക്വേഷൻസ് ഉള്ളൂ. ഇതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മിസ് ഫോർമുലാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഫോർമുലാസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് റീക്യാപ്പിന് മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റാർട്ട് പഠിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ കാണാൻ വേണ്ടി പാടില്ല. നമുക്കൊന്നും മനസ്സിലാവില്ല. സ്റ്റാർട്ട് പഠിച്ചതിന് ശേഷം മാത്രം മക്കൾ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആവാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഫോർമുലാസ് കാണാം, അല്ലെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടി മാത്രം കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാണുന്നു. ഇതിൽ വേറെ ഒന്നും പറയാനില്ല, മിസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മക്കൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ്,
ഈ ഡാറ്റ എന്ന് പറയുന്ന ക്ലാസ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എക്സൈ ഫൈൻഡ് ചെയ്യുക? 10 മുതൽ 20 വരെ ആണെങ്കിൽ മക്കൾ ഇങ്ങനെ എക്സൈ ഫൈൻഡ് ചെയ്യുന്ന എക്സൈ പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. 10 മുതൽ 20 വരെ ഇന്റർവെൽ ഉള്ളെങ്കിൽ അതിന് മിഡ് വാല്യൂ ആയിരിക്കും എന്ത് വരെ എക്സൈ വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 10 + 20/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് വാല്യൂ കിട്ടും. എങ്ങനെയാലും കുഴപ്പമില്ല, ക്ലാസ് ആ ഉള്ളതെങ്കിൽ എക്സൈ എങ്ങനെ ഫൈൻഡ് ചെയ്യും? മിഡ് വാല്യൂ എടുത്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ചാപ്റ്ററിലെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്, ഫോർമുലസ് എല്ലാം പറഞ്ഞ് ഓടിച്ച് വിട്ടിട്ടുണ്ട്. എല്ലാ ഫോർമുലസും മക്കൾ എന്ത് ചെയ്യുക? ഓടിച്ച് വിടുക. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? എന്തൊക്കെയാണ് മക്കളെ? ആദ്യം പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? അതൊക്കെ റീക്യാപ്പ് ആയിരുന്നു. പിന്നെ ഉള്ളത് എന്താണ്? ഈ ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. പിന്നെ അവസാന ഒരു കാര്യം പറഞ്ഞിട്ട് മറന്നുപോയൊരു കാര്യം, അത് റേഞ്ച് ആണ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടോപ്പിക്, എന്നാലും പഠിച്ചു വെച്ചോ. റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം വാല്യൂ മൈനസ് എന്താണ് മക്കളെ വരിക? മിനിമം വാല്യൂ ആണ്. നമ്മുടെ കയ്യിൽ കുറെ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഏറ്റവും വലിയ വാല്യൂ അല്ല മാക്സിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കുക, അത് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂന്ന് മിനിമം വാല്യൂ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ യൂസ്ഫുൾ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം മറ്റു വീഡിയോസുമായിട്ട്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.